അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അജിത് ഡോവലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അമേരിക്ക ഓരോ തവണ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് യുഎസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡിനെ വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ട് എല്ലാ ബന്ധവുമാകാം, എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുമാകാം, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ ഒപ്പം നിർത്താം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിൽ ഒന്നാണെന്ന് തുർക്കി. തുർക്കി നാറ്റോ മെമ്പറാണ്. തുർക്കിക്ക് ടെക്നോളജിയും ആയുധങ്ങളും ഒക്കെ ആരാണ് കൊടുക്കുന്നത്? തുർക്കിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം. പുറമെ കാണും പോലെയൊന്നുമല്ല, നല്ല അവിശുദ്ധ ബന്ധമാണ്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളുമായിട്ട് അമേരിക്കയ്ക്ക് കൂട്ടുകൂടാം, അമേരിക്കയുടെ ശത്രുക്കളുമായിട്ട് ഇന്ത്യ കൂട്ടുകൂടിക്കൂടാ എന്നുള്ള ന്യായം വകവെച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതേസമയം അമേരിക്കയുടെ മാർക്കറ്റ് വിട്ടുകളയാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ മിതമായിട്ട് മാന്യമായിട്ട് മറുപടി പറഞ്ഞ് ഇന്ത്യ പോകുന്നത്. പക്ഷെ ആ സമയത്തും ഇന്ത്യ യുഎസിനുള്ള സന്ദേശം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വല്ലാതെ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ല, ഞങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ ബന്ധം ഒരിക്കൽ പോലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കെതിരെ പോയിട്ടില്ല. ഇന്ത്യയും റഷ്യയും കൂടെ ഒന്നിച്ച് നിന്നിട്ട് അമേരിക്കയ്ക്കെതിരെ പോയിട്ടില്ല. ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കിയാണ് പോകുന്നത്, റഷ്യ റഷ്യയുടെ കാര്യം നോക്കുന്നു. ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ അമേരിക്കയ്ക്ക് എതിരായിട്ട് ഒന്നിച്ചാണ് നിൽക്കുന്നത്. ആ രീതിയിൽ ഇന്ത്യ ഒരിക്കലും അമേരിക്കയ്ക്കെതിരെ നിന്നിട്ടില്ല. കാരണം നമുക്ക് യുഎസുമായിട്ട് ഒരു നല്ല റിലേഷൻ വേണമെന്നുണ്ട്. പക്ഷെ അമേരിക്ക ആവശ്യമില്ലാതെ ഇന്ത്യയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്തോറും ഇന്ത്യ വളരെ ശക്തമായ രീതിയിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവാണ്. ഇന്ത്യയുടെയും റഷ്യയുടെയും ഡെഡ് ആയിട്ടുള്ള എക്കണോമിയാണ്, നിങ്ങൾ ഒരുമിച്ച് പോയി പടുകുഴിയിൽ വീണാൽ എനിക്ക് എന്താണ് എന്ന് പറഞ്ഞൊക്കെ കൊണ്ടുള്ള ട്രംപിന്റെ പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ട്വീറ്റുകൾ സഹിക്കാവുന്ന കാര്യങ്ങളല്ല. ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എല്ലാ റിലേഷൻസും മെച്ചപ്പെടുത്തുകയാണ്. അജിത് ഡോവലും നമ്മുടെ വിദേശകാര്യമന്ത്രിയും കൂടെ റഷ്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടേ പോവുള്ളൂ. ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ തീരുമാനങ്ങൾ അതിന്റെ പുറകിലുണ്ടാകും. അപ്പോൾ അമേരിക്കയുടെ തിട്ടൂരങ്ങളും അമേരിക്കയുടെ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളും ഇന്ത്യ വകവയ്ക്കുന്നില്ല എന്ന് വേണ്ട ഇതിൽ നിന്ന് വായിക്കാൻ. ഇന്ത്യയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോവാണ്. നമ്മുടെ രാജ്യത്തിന് എന്താണോ നല്ലത് അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റ് രാജ്യങ്ങൾ എന്ത് ചിന്തിക്കുന്നു, മറ്റ് രാജ്യങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നു. ഇവിടെ അമേരിക്ക ആവശ്യമില്ലാതെ ഇന്ത്യയും റഷ്യയും ടാർഗറ്റ് ചെയ്യുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള പാകിസ്ഥാനുമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ യാതൊരു കുഴപ്പമില്ല. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അമേരിക്കയ്ക്ക് ആവശ്യം വരുമ്പോൾ പാകിസ്ഥാനെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈനയുമായിട്ട് അടുത്താലും അമേരിക്കയ്ക്ക് കുഴപ്പമില്ല. പാകിസ്ഥാനും ചൈനയും കൂടെ ഒന്നിച്ച് നിന്ന് ഇന്ത്യക്കെതിരെ എന്ത് ചെയ്താലും അമേരിക്ക അത് ബാധിക്കുന്നില്ല. അപ്പൊ അമേരിക്കയുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളൊക്കെ നമ്മുടെ പ്രശ്നമായിട്ട് കാണണം, യൂറോപ്പിന്റെ പ്രശ്നങ്ങളെ നമ്മൾ നമ്മുടെ പ്രശ്നമായിട്ട് കാണണം. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ ഇവരെ ഒന്നും ബാധിക്കുന്നതുമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ പ്രശ്നത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് ഒടിച്ച് കിടത്തിയപ്പോ രക്ഷകനായിട്ടാണ് ട്രംപ് വന്നത്. ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് അത്ര യുദ്ധം നിന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയും അയാളുടെ സ്വാർത്ഥതയും കൊണ്ടുവന്നു. ഇന്ത്യയുടെ തിരിച്ചടി സഹിക്കാൻ കഴിയാതെയാണ് പാകിസ്ഥാൻ യുദ്ധം നിർത്താമെന്നും പറഞ്ഞ് കാല് പിടിക്കാൻ വന്നത്. ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് താനാണ് ഇടപെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നിരന്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു ഭരണാധികാരിയും ഒരു രാജ്യവുമായിട്ട് വളരെ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പോക്കുക അസാധ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുഴപ്പമില്ലാത്തൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ളതല്ലാതെ വിശ്വാസയോഗ്യമായ ഒരു ബന്ധം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അത് കാലത്തെ അതിജീവിച്ച, പ്രതിസന്ധികളെ അതിജീവിച്ചും നിലനിൽക്കുന്ന ഒരു റിലേഷനാണ്. അതുപോലൊരു ബന്ധം അമേരിക്കയുമായി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഞങ്ങൾക്ക് നിലപാടില്ല, ഞങ്ങൾക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ട് എന്ന് പറയുന്നത് ട്രംപും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ഇന്ത്യ യുഎസിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.